ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരിലെ ഫാത്തിമ നഗറിലാണ്. ഇവിടെ ഈ ഇടയ്ക്ക് ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ദ മിറായ് culinary affair റെസ്റ്റോറന്റ്. കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ്. അതായത് ഒരു ഔട്ട്സൈഡ് സീറ്റിംഗ് സ്പേസ് ഉണ്ട്, വളരെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള പോട്ടഡ് പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇവരുടെ വളരെ ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുള്ള ആ വെയിറ്റിംഗ് ലോഞ്ച് ആണ്. പിന്നെ നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ ഇവരുടെ മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളായ മിസ്റ്റർ സുജിത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ കോമൺ ഡൈനിങ് സ്പേസ്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ഫീൽ ഗുഡ് രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നല്ലൊരു റിച്ച് എക്സിക്യൂട്ടീവ് ലുക്ക് തരുന്ന രീതിയിൽ വൈറ്റ് വാൾസും വൈറ്റ് സീറ്റ്സും, പിന്നെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസിൽ ഒരു റെട്രോ ഫീലാണ്. അതായത് റെഡ് വാൾസും ബ്ലാക്ക് സീറ്റ്സുമാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ചെട്ടിനാട് കുസീൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നത് ഈ ഒരു നല്ലൊരു അട്രാക്റ്റീവ് സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ 65. ശരിക്കും സാധാരണ കാണുന്ന ചിക്കൻ 65ൽ നിന്നും ഒരു വേറിട്ട ഒരു പ്രസന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ, നല്ല കിഡിലൻ ക്രിസ്പി ആൻഡ് ക്രഞ്ചി 65 ആണ്. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ ആണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു ചൈനീസ് സ്റ്റാർട്ടർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇവരുടെ ഡ്രാഗൺ ചിക്കൻ. നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. അപ്പൊ ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ചൈനീസ് സ്റ്റാർട്ടർ തന്നെയാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി. അപ്പൊ ഇതാണ് ഇവരുടെ ഡിണ്ടിഗൽ സ്പെഷ്യൽ ചിക്കൻ 65 ബിരിയാണി. ഇത് ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ബെസ്റ്റ് സെല്ലർ എന്നാണ് പറഞ്ഞത്. അതായത് നല്ല ക്വാണ്ടിറ്റി ബിരിയാണി, അതിൽ ചിക്കൻ 65 ഉണ്ട്, മുട്ടയുണ്ട്, പപ്പടം സ്ട്രിപ്സ് ഉണ്ട്, പിന്നെ ഇതിന്റെ കൂടെ റൈത്തയുണ്ട്, ഇവരുടെ സ്പെഷ്യൽ ഗ്രേവി ഉണ്ട്, അച്ചാറും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് നമുക്കൊരു പിടിപിടിച്ച് നോക്കാം. വാവ്, കിഡിലൻ ബിരിയാണിയാണ്. ഒരു മസ്റ്റ് ട്രൈ ബിരിയാണിയാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഇവരുടെ ഈ സ്പെഷ്യൽ പൊറോട്ട. ഇതാണ് ഇവരുടെ വീച്ച് പൊറോട്ട. അതായത് തമിഴ്നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ട്രെച്ചബിൾ കൈൻഡ് ഓഫ് പൊറോട്ടയാണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൊറോട്ടയാണ്. അപ്പൊ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഇവർ പറഞ്ഞത് ഇവരുടെ ഒരു സ്പെഷ്യൽ ബീഫ് ദം റോസ്റ്റ് ആണ്. അതായത് കുറച്ചധികം നേരം സ്ലോ കുക്ക് ചെയ്തെടുത്ത നല്ല കിഡിലൻ ടെൻഡർലോയിൻ ബീഫ് ക്യൂബ്സ് ആണ്. അതും ഇവരുടെ സ്പെഷ്യൽ മസാല മിക്സിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം സ്ലോ കുക്ക് ചെയ്ത സ്ഥിതിക്ക് ബീഫൊക്കെ വളരെ സോഫ്റ്റ് ആകേണ്ടതാണ്. പക്ഷെ ഇത് തൊട്ട് നോക്കിയപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇവരോട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞത് ഇവര് തലേ ദിവസം തന്നെ ദം ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ ചില ബീഫിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. അപ്പൊ നമുക്ക് ഈ വീച്ച് പൊറോട്ടയും ഈ ബീഫിന്റെ ഒരു കഷ്ണം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ബീഫ് ഹാർഡാണെങ്കിലും നല്ല ഫ്ലേവർ ഉള്ള ഒരു കറിയാണ്. പിന്നെ നമ്മൾ സാധാ വീച്ചിന്റെ കൂടെ ഒരു എഗ് വീച്ച് പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വരുന്ന റേറ്റ് ആണിത്. മുട്ട പൊട്ടിച്ചൊഴിച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വീച്ച് പൊറോട്ട ആയത് കാരണമാണ് ആ ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇത് കണ്ടാൽ മുട്ട സ്റ്റഫ് ചെയ്തതുപോലെ തന്നെ തോന്നും. അപ്പൊ നമുക്കിനി ഈ എഗ് വീച്ച് പൊറോട്ടയുടെയും ഒരു കഷ്ണം എടുത്ത് ആ ഒരു ബീഫിന്റെ ഒരു പീസ് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതും നല്ല കിഡിലൻ കോമ്പിനേഷൻ ആണ്. അപ്പോ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ വീച്ച് പൊറോട്ടയും ഈ ഒരു ദംബി റോസ്റ്റും. പിന്നെ പറഞ്ഞതാണ് ഇവരുടെ മറ്റൊരു ബെസ്റ്റ് സെല്ലർ. കാണുമ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ മജൂറ ചിക്കൻ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ശരിക്കും ഒരാൾക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹോൾസം സെറ്റ് മീല് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു റേറ്റിന് ഒരു തൈ പ്ലസ് ലെഗ് പീസ് ചിക്കൻ ഫ്രൈ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ബൺ പൊറോട്ട വരുന്നുണ്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് ആണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ചെട്ടിനാട് സ്റ്റൈൽ സ്പെഷ്യൽ ഗ്രേവി വരുന്നുണ്ട്. അപ്പൊ ഇതിലെ മെയിൻ അട്രാക്ഷൻ ഇതിലത്തെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. അതായത് ഇവരുടെ സ്പെഷ്യൽ ഇൻ ഹൗസ് മസാലയിൽ മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്ത ഒരു ക്വാർട്ടർ പീസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് അണിയനും ചിക്കൻ പീസസും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ചിക്കൻ, നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി സ്കിന്നും
ഉള്ളിൽ നല്ല സോഫ്റ്റ് ഫ്ലഷുമായിട്ടുള്ള ഒരു കിഡിലൻ ചിക്കൻ ഫ്രൈ ആണ്. ഇനി നമുക്ക് ഇവരുടെ ക്രിസ്പി ആൻഡ് ഫ്ലേക്കി ബൺ പൊറോട്ട കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ഗംഭീര കോമ്പിനേഷൻ. ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. ലാസ്റ്റ് ഈ ചിക്കൻ പീസസ് മുട്ടയും കൂട്ടി കഴിച്ചപ്പോ ഗംഭീരായിരുന്നു. അങ്ങനെ നല്ല ഗംഭീര ചെട്ടിനാട് ഫുഡിന് ശേഷം ഇവർ കൊണ്ടുവന്നതാണ് ഈ 2 ടൈപ്പ് ബെവറേജസ്. ഇതാണ് ഇവരുടെ വാട്ടർമെലൻ കുക്കുംബർ പഞ്ച്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ സൂത്തിങ് ആൻഡ് തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ന്യൂട്രീഷണൽ മിക്സ് ജ്യൂസ് പോലെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും വാട്ടർമെലന്റെയും കുക്കുംബറിന്റെയും ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ചെറിയ രീതിയിൽ ലൈമും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ സജസ്റ്റ് ചെയ്ത ന്യൂട്രീഷണൽ മിക്സ് ജ്യൂസ് ആണ് ഈ ഐ ഓപ്പണർ. അപ്പൊ നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം. ഇതും വളരെ സൂത്തിങ് ആയിരുന്നു. ശരിക്കും ഇതിൽ ആപ്പിളിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഓറഞ്ചിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാരറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും സമ്മറിനൊക്കെ പറ്റിയ നല്ല ഹെൽത്തി ആൻഡ് ന്യൂട്രീഷണൽ മിക്സ് ജ്യൂസസ് ആണ്. മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഒരു ഡെസേർട്ട് എന്ന രീതിയിൽ സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ ഒരു മാംഗോ ഫലൂഡ. അപ്പോ ഈ റേറ്റ് ആണ് വരുന്നത്. നല്ല അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ മാംഗോ ഐസ്ക്രീം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സ്പ്രിങ്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു ഡീസന്റ് ഫലൂഡയാണ്. ഒരുപാട് സേമിയ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ നാച്ചുറൽ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ഫലൂഡ. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ കഴിയുകയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇവരുടെ ചെട്ടിനാട് കുസീൻസ് ഗംഭീരായിരുന്നു. ഇവർക്ക് ഇത് കൂടാതെ ഒരുപാട് ഡിഫറെന്റ് അപ്പിറ്റൈസേഴ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, അതേപോലെ ഒരുപാട് പാനേഷ്യൻ മെയിൻ ഐറ്റംസ് ഉണ്ട്, പിന്നെ പ്ലാറ്റേഴ്സ് ഉണ്ട്, സീ ഫുഡ് പ്ലാറ്റേഴ്സ് ഉണ്ട്, റാമൻ ബൗൾസ് ഉണ്ട്, അതേപോലെ ഒരുപാട് വോക്ക് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഷെഫ് സ്പെഷ്യൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു കിഡിലൻ മെനു ആണ്. അപ്പൊ എന്തായാലും അടുത്തൊരു പ്രാവശ്യം കൂടി വരേണ്ടി വരും ഇവരുടെ ബാക്കിയുള്ള ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് ഒരു ഹ്യൂജ് വെറൈറ്റി ഓഫ് ഫുഡ് തന്നെയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ചെട്ടിനാട് സ്പെഷ്യൽസ് ആണ്. എസ്പെഷ്യലി ഇവരുടെ മജൂര ചിക്കൻ, പിന്നെ ഇവരുടെ ഡിണ്ടിഗൽ സ്പെഷ്യൽ ചിക്കൻ 65 ബിരിയാണി. ഇത് രണ്ടും മസ്റ്റ് ട്രൈസ് ആണ്. പിന്നെ ഇത് താഴത്തെ ലെവലിലായ കാരണം എല്ലാ ഏജസിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. താഴത്തെ ഈ റെസ്റ്റോറന്റ് ഏരിയ കൂടാതെ ഇവർക്ക് മുകളിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ ചെറിയ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടി സ്പേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതും യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇവരുടെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ ഡൈനിങ് എക്സ്പീരിയൻസ് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഇല്ല, പക്ഷെ ഇതിന് ചുറ്റും എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.